എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. പാവയ്ക്ക കൊണ്ട് നല്ല കിടിലൻ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ പാവയ്ക്ക ഇഷ്ടമില്ലാത്തവരൊക്കെ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ ഒരു കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഇടത്തരം വലുപ്പത്തിലുള്ള 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ വശവും അടിവശവും ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം രണ്ടായിട്ട് കീറിയെടുക്കാം. പിന്നീട് അതിനുള്ളിലെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് വൃത്തിയായി കഴുകിയെടുക്കാം. ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പാവയ്ക്ക മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്തില്ലേ ആ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കുതിരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളി നന്നായിട്ട് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കാം. പിന്നീട് നമ്മുടെ ഒരു കൈ പിടിയിലുള്ള അത്രയും ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാവയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പാവയ്ക്ക് ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് ചട്ടി അടച്ചു വെച്ചിട്ട് ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റോളം അടച്ചു വെച്ചതിന് ശേഷം തുറന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ ഇട്ടിരുന്ന പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം നല്ലതുപോലെ കളർ മാറുന്ന രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ വേകാൻ വെച്ചിരുന്ന പാവയ്ക്ക നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. മൂടി തുറന്നതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയെല്ലാം പാവയ്ക്കയിൽ നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം മതിയാകും. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സാക്കിയതിന് ശേഷം കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഈ സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ കറി നന്നായി തിളച്ച് വരുമ്പോൾ സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി അടച്ചു വെച്ച് ഒരു 3 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത് ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ശർക്കര ചിരകിയതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. ശർക്കരയും കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് നന്നായി ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം മൂടി വെച്ചാൽ മതിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റിലുള്ള പാവയ്ക്ക കറി തയ്യാറായി കഴിഞ്ഞു. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവരൊക്കെ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. തീർച്ചയായും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.